കണ്ട വലിയ വീടാണ്. ഇതിന് നിന്റെ കൂടിയാ. അസ്സലാമലൈക്കും. വാലൈക്കും സലാം. വായോ കേറിയിരിക്കേ. ആ വരീം വരീം, എല്ലാവരും കയറിക്കോളീ. ഇരിക്കി, എല്ലാവരും ഇരിക്കി. ബാമോനെ അങ്ങോട്ടിരിക്കേ. കൈജുമാ, കഴിക്കാനും കുടിക്കാനായെങ്കിൽ എടുത്തോളീൻ. ഓ മറന്ന്, ഇപ്പൊ കൊണ്ടുവരേട്ടാ. കഴിക്കാനും കുടിക്കാനല്ല ആദ്യം പറയേണ്ടത്, ആദ്യം പെണ്ണിനെ വിളിക്കാൻ പറയണ്ടേ? കൈജുമോ, അത് ഓളെ കൊടുത്ത് വിട്ടാ മതി കേട്ടോ. ആ ശരി. എന്താ മോന്റെ പേര്? മുജീബ്. ആ കൈജുമാ, ഇതാണ് ഓൻ്റെ മാമ, ഇത് കൊച്ചാപ്പ. ഓനെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഓന് ദുബായിൽ വലിയ കമ്പനിയിലാണ് ജോലി. ഓനാണെങ്കിൽ ലീവില്ലേ. മോളെ, ഓനെ ശരിക്കൊന്ന് കണ്ടോളീ. ഇവിടെ ആണുങ്ങളാരുല്ലേ? ആങ്ങളുണ്ട്, ഇപ്പൊ വരും. ആ ദേ വന്നല്ല. അസ്സലാമലൈക്കും. ഞാൻ വരാനത്തിരി ലേറ്റായി പോയിട്ടാ. ആ ഇതാരാണ്? ഇതാണ് ചെക്കൻ, ഇത് ചെക്കൻ്റെ മാമ, ഇത് കൊച്ചാപ്പ. ഫൈസി ഇരിക്കി. ആ ഇരിക്കാം. അപ്പം എങ്ങനെയാ കാര്യങ്ങളൊക്കെ? കേട്ടോ ഫൈസി, ഞാനെല്ലാം തുറന്നു പറയുന്ന പ്രകൃതക്കാരനാ. പിന്നെ ഞങ്ങൾ അന്തസ്സിനും നിലക്കും വിലക്കും ചേർന്ന ബന്ധം തന്നെയാ മൊയ്തുട്ടി തന്നതേ. പിന്നെ കൊടുക്കൽ വാങ്ങൽ. മോളകത്തേക്ക് പൊക്കോ. ആ സക്കീറേ, ഈ അത് വീട്ടിൽ കൊടുത്തോളേ. ഓളുണ്ട് അവിടെ, ഓളെ കൊടുത്താൽ മതി. ആ ശരി എന്നാ. ആ പിന്നെ എന്താ പറഞ്ഞൊന്ന്? ആ കൊടുക്കൽ വാങ്ങൽ അതെങ്ങനെയാ? ആ അത് സ്വർണ്ണമായിട്ടാണെങ്കിൽ അങ്ങനെ, പണമായിട്ടാണെങ്കിൽ അങ്ങനെ. നിങ്ങളത് കൊടുക്കുമെന്നും ഞങ്ങൾക്കറിയാം. മാമ, ഈ കണക്ക് കുറച്ചിട്ടൊന്ന് നിർത്തോ. നീയൊന്നും മിണ്ടാതിരിടാ. മൊയ്തീനിക്ക കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? ഈ വീട് പണയപ്പെടുത്തിയിട്ട് വേണം ഈ കല്യാണം നടത്താൻ. മൂപ്പര് പോയപ്പനെ ആകെ ഉണ്ടായിരുന്നത് ഈ വീട് സ്ഥലവും മാത്രം. താഴെ ഒരെണ്ണം കൂടി ഉണ്ടേ. എന്താ പറയാ, ഇത് നടക്കണമെങ്കിൽ തന്നെ ഈ വീട് പണയം വെക്കണം. നിങ്ങൾ എന്തൊക്കെയാ പറയണത്? മോളെ കെട്ടിക്കാൻ വീട് വിൽക്കണം പോലും. വലിയ വീടും വലിയ തറവാട്ടുകാരുവാ. എന്നിട്ട് മോളെ കെട്ടിക്കാൻ വീട് വിൽക്കണം. നിനക്ക് ഇവിടെ നിന്ന് തന്നെ വേണോടാ ബന്ധം? ഇവനിക്ക് വലിയ വലിയ വീടുകളിൽ നിന്ന് ബന്ധം വന്നതാ. പഠിച്ചവനോർത്ത് നിങ്ങളിങ്ങനെ പിണങ്ങി പോകരുത്. എൻ്റെ ഏറ്റവും വലിയൊരാഗ്രഹം എൻ്റെ മോളുടെ കല്യാണം. ഈ മൊയ്തുട്ടി പറഞ്ഞോണ്ട് മാത്രാ. താനങ്ങോട്ട് വാ, തനിക്ക് ഞാൻ തരാം. ഇറങ്ങി വാടാ. നിങ്ങളൊന്ന് പുറത്തു പോകും. എനിക്ക് അവളോടൊന്ന് സംസാരിക്കണം. എന്ത് സംസാരിക്കാൻ? എന്തിനാ മോനെ എൻ്റെ മോളോട് സ്വർണത്തിൻ്റെയും പണത്തിൻ്റെയും കണക്ക് പറയാണ്? ഇത്താത്ത ഓനൊന്ന് സംസാരിച്ചോട്ടെ. ചെല്ലു മോനെ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എനിക്കറിയാം നിങ്ങളെന്താ ചോദിക്കാൻ പോണെന്ന്. ഞാൻ കേട്ടത് അവര് പറയുന്നേ. സീനത്തിന് എന്നെ ഇഷ്ടമാണോ? ഇനി ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. എന്നാലും നിങ്ങളുടെ സമാധാനത്തിന് ഞാൻ പറയാം, എനിക്ക് നിങ്ങളെ പേരത്തെ ഇഷ്ടമായി. നമ്മളെ വീഡിയോ ഉണ്ട്, നല്ല രസമില്ലേ? ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്, ഇടയ്ക്കിട്ട് ഇങ്ങനെ കാണും. കൊള്ളാല്ലേ? അടിപൊളിയായിട്ടുണ്ട്.
ഓഹോ നിങ്ങളാ? എന്താ തനിച്ച്? ഇത്താത്താ, ഓ ഇയാളെന്താ വന്നത്? ആ മോനായിരുന്നോ? കയറി വാ. ഉമ്മ, ഞാനിന്നലെ പോയപ്പോൾ തൊട്ട് ചെറിയൊരു വിഷമത്തിലാണ്. ഇവിടുത്തെ മാമൂലുകളൊന്നും ഒരിക്കലും മാറാൻ പോകുന്നില്ല. അതിൻ്റെ അടയാളമാണ് ഇന്നലെ വന്ന എൻ്റെ കൊച്ചാപ്പയും മാമയൊക്കെ. അവർ പറഞ്ഞ വർത്തമാനത്തിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഓളെ ഞാനൊന്ന് കണ്ടോട്ടെ. സ്വർണത്തിൻ്റെയും പണത്തിൻ്റെയും കണക്ക് പറയാനൊന്നുമല്ല. അകത്തേക്ക് വാ. ഉമ്മ, ആരാണ് ഉമ്മ വന്നത്? ഉമ്മ, ഇഷ്ടപ്പെട്ട പെണ്ണിനെ മഹർ കൊടുത്ത് കെട്ടണമെന്നല്ലേ പറയാറ്? ഓൾക്ക് ഞാനിത് കൊടുത്തോട്ടെ. മോൻ്റെ ഇഷ്ടം പോലെ ചെയ്യും. ഉമ്മ, ഞാനത് വാങ്ങിച്ചോട്ടെ? ഞാനിത് നിനക്ക് തരുന്ന മഹറാണ്. ഞാൻ വരും. അളിയ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ മോളെ? ഇത്താത്തയുടെ കല്യാണം പോലെ ഇരിക്കും എൻ്റെയും കല്യാണം? അല്ല മോളെ, മോള് വലുതാകുമ്പോൾ മോളെ ആഗ്രഹം പോലെ ആയിരിക്കും നിന്റെ കല്യാണം.